ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ ശുപാർശ സമർപ്പിക്കുന്നതിനുള്ള 8ാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. എല്ലാ മേഖലകളിലും രാജ്യത്തെ ആകെ മുന്നോട്ട് നയിക്കുന്ന പ്രവർത്തനങ്ങളാണ് കേരളം നടപ്പാക്കുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന് സ്വർണ്ണക്കപ്പ്. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളിൽ പ്രകൃതി സംരക്ഷണവും സുസ്ഥിരതയും ഉറപ്പാക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ ആദ്യ ഡിസൈനർ സൂ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും യോജിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ വികസന മുന്നേറ്റം സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ. മൊൻത ചുഴലിക്കാറ്റ് ഇന്ന് രാത്രി ആന്ധ്രാപ്രദേശിലെ മച്ച്ലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ വീശിയടിക്കുമെന്ന മുന്നറിയിപ്പ്. ഒഡീഷയിലും തമിഴ്നാട്ടിലും അതീവ ജാഗ്രത. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസും മലപ്പുറം എഫ്സിയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലും ആനുകൂല്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നത് ശുപാർശ ചെയ്യുന്നതിനുള്ള 8ാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ഒരു താൽക്കാലിക സമിതിയായി 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ രൂപീകരിച്ച് 18 മാസത്തിനുള്ളിൽ ശുപാർശകൾ സമർപ്പിക്കാനാണ് നിർദ്ദേശം. 2025-26 റാബി സീസണിലെ ഫോസ്ഫേറ്റ്, പൊട്ടാഷ്യം വളങ്ങളുടെ പോഷക അധിഷ്ഠിത സബ്സിഡി നിരക്കുകൾക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. എല്ലാ മേഖലകളിലും രാജ്യത്തെ ആകെ മുന്നോട്ട് നയിക്കുന്ന പ്രവർത്തനങ്ങളാണ് കേരളം നടപ്പാക്കുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കായികമേള വിജയകരമായി നടത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ഗവർണർ അഭിനന്ദിച്ചു. 67ാമത് സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പാവപ്പെട്ട കുട്ടികൾക്ക് വീട് വെച്ച് നൽകുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം മാതൃകാപരമാണെന്നും ഗവർണർ പറഞ്ഞു. I am really proud to be governor of such a big state, such a wonderful state, because you have shown the way to all of us, to all of our country, how it can be done. Sports meet is nothing, it is not just a sports, it is also doing something for others. That is what we have shown to others. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1825 പോയിന്റുമായി മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി തിരുവനന്തപുരം ജില്ല. 2ഉം 3ഉം സ്ഥാനത്തുള്ള തൃശൂർ, കണ്ണൂർ ജില്ലകൾ നേടിയത് യഥാക്രമം 892, 859 പോയിന്റുകളാണ്. ഗെയിംസ് ഇനങ്ങളിൽ 798 പോയിന്റുകൾ നേടിയ കണ്ണൂരിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് 1107 പോയിന്റുകളോടെ തിരുവനന്തപുരം ഒന്നാമതായത്. അക്വാറ്റിക്സിൽ 649 പോയിന്റുകളോടെ തിരുവനന്തപുരം ഒന്നാമതായപ്പോൾ തൃശൂർ ജില്ല രണ്ടാമതായത് 149 പോയിന്റുകൾ നേടിയാണ്. അത്ലറ്റിക്സ് ഇനങ്ങളിൽ മലപ്പുറം 247 പോയിന്റുകളോടെ ചാമ്പ്യന്മാരായി. 212 പോയിന്റുകളോടെ പാലക്കാട് രണ്ടാമതെത്തി. അടുത്ത മേള കണ്ണൂരിൽ നടക്കും. കേരള കേന്ദ്ര സർവകലാശാലയിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന് വ്യാഴാഴ്ച കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ തറക്കല്ലിടും. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 52.68 കോടി രൂപയാണ് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിന് അനുവദിച്ചതെന്ന് രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ ആർ ജയപ്രകാശ് അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകളും യോജിച്ച് പ്രവർത്തിച്ചാൽ വികസന രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അംഗത്വം നൽകി വായ്പകൾ ലഭ്യമാക്കണം. ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രിയുമായി ഉടൻ ചർച്ച നടത്തുമെന്നും ആവശ്യമായ നിയമ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും ശ്രീ വി എൻ വാസവൻ പറഞ്ഞു. വിഷൻ 2031 സെമിനാർ കോട്ടയം ഏറ്റുമാനൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വരബാധ സംബന്ധിച്ച് കോഴിക്കോട് ഫീൽഡ് തല പഠനം ആരംഭിച്ചു. സംസ്ഥാന ആരോഗ്യ വകുപ്പും ചെന്നൈ ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജിയിലെ വിദഗ്ധരും ചേർന്നാണ് ഫീൽഡ് തല പഠനം നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം ജില്ലകളിലും സംഘം പഠനം നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. സംസ്ഥാനത്ത് കൂടുതൽ അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ പഠനം നടത്താൻ ICMR സംഘം കോഴിക്കോടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ചേർന്നാണ് പഠനം നടത്തുക. രോഗം റിപ്പോർട്ട് ചെയ്യാനിടയായ കാരണങ്ങളും സംഘം പരിശോധിക്കുന്നുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് രോഗബാധിത സ്ഥലങ്ങൾ സന്ദർശിച്ചത്. തലക്കുളത്തൂർ, ഓമശ്ശേരി, മെഡിക്കൽ കോളേജ് പരിസരം എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തിയത്. ഇന്ന് ജില്ലയിൽ തങ്ങുന്ന സംഘം നാളെയും ഫീൽഡ് തല വിസിറ്റ് തുടരും.
സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ആർദ്ര കേരളം കായക്കൽ പുരസ്കാരങ്ങളുടെ വിതരണം നാളെ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധന നടപ്പാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടന ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ ലംഘനമാണ് SIR എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SIR നടപ്പാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല സ്വർണ്ണപ്പാളി ക്രമക്കേട് കേസിൽ രണ്ടാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ B. മുരാരി ബാബുവിനെ 4 ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. റാന്നി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. നിലവിൽ ഇയാൾ സസ്പെൻഷനിലാണ്. മോൻത ചുഴലിക്കാറ്റ് ഇന്ന് രാത്രി ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ വീശിയടിക്കുമെന്ന മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ ആന്ധ്രാപ്രദേശിൽ വിവിധ ജില്ലകളിൽ കനത്ത മഴയാണ്. കടൽ പ്രക്ഷുബ്ധം. മീൻപിടുത്തം നിരോധിച്ചു. ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഒഡീഷയിൽ തെക്കൻ ജില്ലകളിലും തീരദേശത്തും കനത്ത മഴയുണ്ട്. 11,000-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. തമിഴ്നാട്ടിൽ ചെന്നൈ, എന്നൂർ, കട്ടുപള്ളി തുറമുഖങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കുടലൂർ, നാഗപട്ടണം എന്നിവിടങ്ങളിലും ജാഗ്രത പാലിക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഇടുക്കി മൂലമറ്റം പവർ ഹൌസ് നവംബർ 11 മുതൽ ഡിസംബർ 10 വരെ പ്രവർത്തനം നിർത്തുമെന്ന് KSEB. ഇതോടെ സംസ്ഥാനത്ത് പീക്ക് സമയത്ത് 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകുമെങ്കിലും കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് KSEB അറിയിച്ചു. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളിൽ പ്രകൃതി സംരക്ഷണവും സുസ്ഥിരതയും ഉറപ്പാക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ ആദ്യ ഡിസൈനർ സൂവായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ലോകപ്രശസ്ത സുവോളജിക്കൽ പാർക്ക് ഡിസൈനറായ ജോൺ ഗോയുടെ മേൽനോട്ടത്തിലാണ് ഈ പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചു നീക്കേണ്ടി വന്നാൽ പകരം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന രീതിയാണ് നാം പിന്തുടരുന്നത്. ഇവിടെയും ആ തരത്തിലുള്ള ഇടപെടലുകളുണ്ടായി. ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് പ്രകൃതിക്കിണങ്ങുന്നതാവണം, സുസ്ഥിരവുമായിരിക്കണം. ഇതാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. അതാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. പുത്തൂരിൽ വനം വകുപ്പിന്റെ 336 ഏക്കറിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൂ കൂടിയായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നത്. മന്ത്രിമാരായ K. രാജൻ, K. കൃഷ്ണൻകുട്ടി, KN ബാലഗോപാൽ, റോഷി അഗസ്റ്റിൻ, R. ബിന്ദു തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി ദേവികുളം താലൂക്കിലെ ഖനന പ്രവർത്തനങ്ങൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിരോധിച്ചു. അടിമാലി, പള്ളിവാസൽ എന്നിവിടങ്ങളിലെ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് തീരുമാനം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നടക്കുന്ന റൺ ഫോർ യൂണിറ്റിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സർദാർ പട്ടേൽ വിഭാവനം ചെയ്ത ഐക്യത്തിന്റെ ദർശനത്തെ ആദരിക്കണമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസും മലപ്പുറം FCയും ഏറ്റുമുട്ടും. രാത്രി 7:30 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം. പുത്തൻ തലമുറ GST പരിഷ്കരണം ആഭ്യന്തര ഇലക്ട്രോണിക്സ് നിർമ്മാണം വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. എയർ കണ്ടീഷണറുകൾ, ഡിഷ് വാഷറുകൾ, ടെലിവിഷനുകൾ എന്നിവയുടെ നികുതി നിരക്കുകൾ 18% സാധാരണക്കാർക്ക് ഏറെ സഹായകരമായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ ശുപാർശ സമർപ്പിക്കുന്നതിനുള്ള 8ാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. എല്ലാ മേഖലകളിലും രാജ്യത്തെ ആകെ മുന്നോട്ട് നയിക്കുന്ന പ്രവർത്തനങ്ങളാണ് കേരളം നടപ്പാക്കുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന് സ്വർണ്ണക്കപ്പ്. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളിൽ പ്രകൃതി സംരക്ഷണവും സുസ്ഥിരതയും ഉറപ്പാക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ ആദ്യ ഡിസൈനർ സൂ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നാടിന്
സമർപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും യോജിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ വികസന മുന്നേറ്റം സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. മോൻത ചുഴലിക്കാറ്റ് ഇന്ന് രാത്രി ആന്ധ്രാപ്രദേശിലെ മച്ച്ലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ വീശിയടിക്കുമെന്ന മുന്നറിയിപ്പ്. ഒഡീഷയിലും തമിഴ്നാട്ടിലും അതീവ ജാഗ്രത. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസും മലപ്പുറം FC-യും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.